afternoon. Good afternoon, Anna. Okay. Okay, Good afternoon, ma'am. Okay, good afternoon. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഊണൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചില്ലേ? ഊണൊക്കെ കഴിച്ചില്ലേ എല്ലാവരും? കഴിച്ചു. ഓക്കെ, തുടങ്ങാം കേട്ടോ. ഞാൻ കഴിച്ചു. ഇപ്പൊ തന്നെ കഴിച്ചേ. ലക്ഷ്മിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. കഴിയുന്നില്ലേ ക്ലാസ്സില്? കഴിക്കുന്നു. ഓക്കെ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഹോസ്പിറ്റലില് വെച്ചു ഹോസ്പിറ്റലാവാനായിട്ട് ഓക്കെ ആയോ? ലോയാവുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ, അതിന്റെ ഏകദേശം അവസാന ഭാഗത്തോട്ടായിട്ടാണ് നമ്മള് മെഡിക്കൽ ഇൻഷുറൻസിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. ആ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ ടേമുകളൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ 3 ടൈപ്പ് ഓഫ് ഇൻഷുറൻസിന് അതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ESI പറ്റി പഠിക്കുന്നുണ്ട്, CGHS പറ്റി പഠിക്കുന്നുണ്ട്, പിന്നെ ഏതായിരുന്നു RSBY അല്ലെ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഈ പറയുന്ന ഇൻഷുറൻസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് പിന്നെ നമ്മള് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പറ്റി പഠിച്ചു. അതെന്താണ്? അതൊരു ഓർഗനൈസേഷൻ, അതിന്റെ ഒരു ഏജൻസി അല്ലെങ്കിൽ എന്താണ്, ഒരു കമ്പനിയാണ് അല്ലെ. ഈ പറയുന്ന ഇൻഷുറൻസ് പ്രൊവൈഡർക്കും പിന്നെന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റലിനും പോളിസി ഹോൾഡേഴ്സിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. അവരുടെ റോളൊക്കെ നമ്മൾ കണ്ടു, കുറച്ചധികം എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു അല്ലെ. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് പ്രോസസിങ് എ ക്ലെയിം ആണ് അല്ലെ. ഒരു ക്ലെയിം എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, അത് ഫുള്ളാക്കിയിട്ടില്ല, കുറച്ച് ഭാഗം മാത്രം, കുറച്ചും കൂടെ പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട് അല്ലെ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാതെ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? റേസിംഗ് എ ക്ലെയിം ആണ് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ്? റേസിംഗ് എ ക്ലെയിം ആണ്. റേസിംഗ് എ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓൺ occurring an unfortunate event, incident must be informed to your insurance provider. This process is known as the റേസിംഗ് എ ക്ലെയിം അല്ലെ. ഒരു ക്ലെയിം നമ്മൾ ഉന്നയിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും പ്രതികൂലമായിട്ട് ഒരു ഇൻസിഡന്റ് നമുക്ക് സംഭവിച്ചു, ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിയെ അത് വിവരം അറിയിക്കണം അല്ലെ. ഇങ്ങനൊരു അപകടം പറ്റി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു അസുഖം വന്നു എന്ന് അറിയിച്ചുകൊണ്ട് കമ്പനിക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. അതാണ് എന്ത്? റേസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊരു ക്ലെയിം അവിടെ ഉന്നയിക്കുകയാണ്. ഓക്കെ, ഓൺ മ്യൂട്ട് ചെയ്തേട്ടാ, മറന്നു. പിന്നെ രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഫയലിംഗ് എ ക്ലെയിം ആണ് അല്ലെ. ഫയലിംഗ് എ ക്ലെയിം ആണ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫയലിംഗ് എ ക്ലെയിം ഇൻവോൾവ്സ് ഫയലിംഗ് ഓഫ് ദ ക്ലെയിം ഫോംസ് ഓൺ ദ ഇൻഷുറൻസ് വെബ്സൈറ്റ് ഓർ ബ്രാഞ്ചസ് അല്ലെ. ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ലെയിം നമ്മൾ അവിടെ ഫയൽ ചെയ്യണം. ഓക്കെ, ഫയൽ ചെയ്യണം. ആദ്യം നമ്മൾ ക്ലെയിം ഉന്നയിക്കുന്നു, രണ്ടാമത് നമ്മൾ ഫയൽ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് നമ്മൾ ആ ഒരു ക്ലെയിം അവിടെ ഫയൽ ചെയ്യും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡോക്യുമെന്റ്സ് ദാറ്റ് സപ്പോർട്ട് ദ ഓതന്റിസിറ്റി ഓഫ് ദ ക്ലെയിം മസ്റ്റ് ആൾസോ ബി സബ്മിറ്റഡ് അല്ലെ. അതായത് നമ്മളുടെ ക്ലെയിമിന്റെ ഓതന്റിസിറ്റി എന്ന് വെച്ചാൽ അതിന്റെ ആധികാരികത ഉറപ്പാക്കാനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ കൂടെ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. വെറുതെ നമ്മളൊരു ക്ലെയിം റേസ് ചെയ്തിട്ടോ ഫയൽ ചെയ്തിട്ടോ കാര്യമില്ല അല്ലെ. അതിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു എവിഡൻസ് കൊടുക്കണം അല്ലെ, ഒരു ഓതന്റിസിറ്റി നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ഒരു ക്ലെയിമിന്
ഓതന്റിസിറ്റി അതിന്റെ ആധികാരികത ഉറപ്പാക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകളും കൂടെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, then the insurance provider reviews the claim, evaluating its validity. നേരെ ഇൻഷുറൻസ് പ്രൊവൈഡർ അല്ലെ ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം ഒക്കെ അവലോകനം ചെയ്യുകയും അതിന്റെ കൃത്യമായിട്ട് അതിന്റെ വാലിഡിറ്റി അവര് ഇവാലുവേറ്റ് ചെയ്യണം. എല്ലാ രേഖകളും അവര് പരിശോധിച്ച് നോക്കുകയാണ്. ഓക്കെ, പിന്നെ എന്താണ്, if it fulfills the terms and conditions stated in your policy, the insurer approves the claim. അപ്പോൾ ഈ പറയുന്ന പോളിസി പ്രകാരമുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷുറർ കമ്പനി എന്ത് ചെയ്യും, ആ ഒരു ക്ലെയിം അവർക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ, അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണ്, നമ്മൾ സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ ആണെങ്കിൽ ആ പോളിസി പ്രകാരമുള്ള കണ്ടീഷൻസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ, ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യാണ്, അതിന് അപ്രൂവൽ കൊടുക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കാം, once approved, the insurance company will pay the benefits stated in your policy document. അപ്പൊ ആദ്യം അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ആ പോളിസി ഡോക്യുമെന്റ് പ്രകാരമുള്ള എല്ലാ ബെനിഫിറ്റുകളും കമ്പനി പേ ചെയ്യാനായിട്ട് റെഡി ആവും, പേ ചെയ്യും. ഇനി ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിംസ് യുവർ ബെനിഫിഷ്യറി റിസീവ്സ് ദ പേയ്മെന്റ്. ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക, നമ്മളുടെ ജീവന് തന്നെയാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. നമ്മൾ മരണപ്പെടുവാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം ആണെങ്കിൽ ഇപ്പൊ നമ്മൾ മരണപ്പെടുവാണെങ്കിൽ നമ്മുടെ എന്താണ് ബെനിഫിഷ്യറിക്ക് അല്ലെ, നമ്മുടെ അടുത്ത നോമിനി ആരാണോ അവർക്കായിരിക്കും ആ ഒരു പേയ്മെന്റ് കിട്ടുക അല്ലെ. പേ ഔട്ട് ആയിട്ടാണ് കൊടുക്കുക കേട്ടോ. ദാറ്റ് റിസീവ്സ് ദ പേ ഔട്ട്. എന്താണ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ, അതൊന്നും അണ്ടർലൈൻ ചെയ്തിരിക്കും. പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എ സം ഓഫ് മണി ആണ് കേട്ടോ, സം ഓഫ് മണി given to a policy holder when a claim is accepted. അതായത് ആ ഒരു ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ ഒരു തുകയുണ്ടല്ലോ, സം ഓഫ് മണി, അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താണ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സം ഓഫ് മണി ഗിവൻ ടു എ പോളിസി ഹോൾഡർ വെൻ എ ക്ലെയിം ഈസ് ആക്സെപ്റ്റഡ്. അല്ല, ആ ഒരു ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ ഒരു സം ഓഫ് മണി, എമൗണ്ട് ഓഫ് മണി, തുക, അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കുക, the insurer might be ready to provide an upfront lump sum amount, or it might stagger the payout as a regular payments depending on the terms of your policy. എന്താണ് അവിടെ പറയുന്നത്, നമുക്ക് ഈ പേ ഔട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ, നമ്മൾ പൈസ കൊടുക്കാണ്, 1000 എമൗണ്ട് കൊടുക്കുമ്പോൾ രണ്ട് രീതിയിൽ അത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഒറ്റ തവണയായിട്ട് ആ ഫുൾ എമൗണ്ട് എത്രയാണോ അത് അങ്ങനെ തന്നെ പോളിസി ഹോൾഡർക്ക് നമുക്ക് പേ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട്, നമ്മളൊരു ഇൻസ്റ്റാൾമെന്റ് പോലെ കൊടുക്കൂലേ, ആ രീതിയിൽ റെഗുലർ പേയ്മെന്റ്സ് ആയിട്ടും നമുക്ക് എന്ത് കൊടുക്കാം, ആ ഒരു തുക അവർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? രണ്ട് രീതിയിൽ നമുക്ക് പേ ഔട്ട് ചെയ്യാവുന്ന. ഒന്നില്ലെങ്കിൽ എന്താണ്, ലംസം എമൗണ്ട്. ലംസം എന്ന് പറഞ്ഞാൽ എന്താണ്, ലംസം എമൗണ്ട്, ലംസം ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ട് ആ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. പല തവണയായിട്ടല്ല, എത്രയാണോ ഒരു പറഞ്ഞ തുക എത്രയാണോ ആ ഫുൾ എമൗണ്ട് അങ്ങനെ തന്നെ ഒറ്റ തവണയായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അതാണ് ലംസം എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നീട് ആ രീതിയിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട് ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വർഷം 1 ലക്ഷം, പിന്നത്തെ വർഷം ഇത്ര രൂപ, അങ്ങനെ റെഗുലർ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. അതെന്തിനെ ആശ്രയിച്ചിരിക്കും, അത് ആ പോളിസിയിലെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പൊ പോളിസിയിൽ പറയാണ്, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ലംസം എമൗണ്ട് ആയിട്ട് തുക കൊടുക്കണമെന്നാണ് ആ പോളിസിക്കകത്ത് കണ്ടീഷൻ എങ്കിൽ ലംസം എമൗണ്ട് ആയിട്ട് തന്നെ കൊടുക്കണം. ഇനി അതല്ല, ആ പോളിസിക്കകത്ത് ടേംസ് ആൻഡ് കണ്ടീഷനിൽ എഴുതിയിട്ടുണ്ട് റെഗുലർ പേയ്മെന്റ് ആയിട്ടാണ് ഈ എമൗണ്ട് കൊടുക്കേണ്ടത് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ റെഗുലർ പേയ്മെന്റ് ആയിട്ട് കൊടുക്കും. രണ്ട് രീതിയിലും കൊടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കി. Insurer might be ready to provide an upfront lump sum amount, or it might stagger the payout as a regular payment, that depending on the terms of your policy. നമ്മുടെ പോളിസിയുടെ ടേംസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം, the time insurers take to confirm and pay the insured sum differ on a case to case basis. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മള് ഈ ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെ, ഇൻഷുറൻസ് പ്രൊവൈഡർ, അദ്ദേഹം നമ്മൾ കൊടുക്കുന്ന പേ, അദ്ദേഹമല്ല കമ്പനി, ഓക്കെ, ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ആ ഒരു ഇൻഷുർഡ് സമ്മ കൊടുക്കാനായിട്ട്, ആ ഒരു നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്
അത് ഓരോ കേസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. എപ്പം കിട്ടും, ഒരുപാട് താമസിച്ചാണോ കിട്ടുക, അത് എളുപ്പം കിട്ടുമോ, അങ്ങനെയുള്ള ആ ഒരു നമ്മൾ എമൗണ്ട് കൊടുക്കുന്ന ആ ഒരു കൺഫേം ചെയ്യാനും അത് കൊടുക്കാനും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അത് ഓരോ കേസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ക്ലെയിം സെറ്റിൽമെന്റ് ടേക്സ് ഓൺലി എ ഫ്യൂ ഡേയ്സ് ഇഫ് ഡോക്യുമെന്റ്സ് ആർ ഇൻ ഓർഡർ. ഇപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളെല്ലാം കറക്റ്റ് ഓർഡറിലാണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ ക്ലെയിം സെറ്റിൽമെന്റിന് അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് അപ്രൂവൽ ആയി നമുക്ക് പൈസ കയ്യിൽ കിട്ടും. അതായത് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ സബ്മിറ്റ് ചെയ്യുമല്ലോ ക്ലെയിം ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഫയൽ ചെയ്ത് നമ്മൾ അതിന്റെ ഒതന്റിസിറ്റി ആയിട്ട് കൊടുക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പർ ആണ്, ഓക്കെ ആണെങ്കിൽ ക്ലെയിം സെറ്റിൽമെന്റിന് അതിന് സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ടു മേക്ക് ഷുവർ ദാറ്റ് claims are disbursed without a delay in case of necessity, you must look into the insurer's trustworthiness and the customer service record before buying the insurance. അപ്പോ നമുക്ക് അധികം കാലതാമസം വരാൻ, നമുക്കൊരു അത്യാവശ്യ സമയത്താണ് പൈസ വേണ്ടത് അല്ലെ, നമുക്കൊരു അത്യാവശ്യ സമയത്ത് അധികം ഡിലേ വരാതെ, കാലതാമസം വരാതെ നമുക്ക് നമ്മുടെ പേയ്മെന്റ് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ഉറപ്പാക്കണം, ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ ട്രസ്റ്റ് വർത്തിനെസ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അല്ലെ, ഉറപ്പാക്കണം. നല്ല കമ്പനിയാണോ അല്ലെങ്കിൽ നല്ലൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ആണോ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ അവിടെ ഉറപ്പാക്കണം അല്ലെ. നമ്മൾ നല്ലൊരു കമ്പനിയുടെ വേണം എടുക്കാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റിനൊക്കെ ഒരുപാട് സമയം. അതാണ് അവിടെ പറയുന്നത്, യു മസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഇൻഷുറൻസ് ട്രസ്റ്റ് വർത്തിനെസ്. നമ്മുടെ ആ ഒരു കമ്പനിയുടെ ആ ഒരു ട്രസ്റ്റ് വരാം, അവരുടെ റിലയബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം അതിന്റെ കസ്റ്റമർ സർവീസ് റെക്കോർഡ് ബിഫോർ ബൈയിങ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് വാങ്ങുന്നതിന് മുമ്പായിട്ട്, നമ്മൾ ആ ഒരു കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ മുമ്പ് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ സർവീസ് റെക്കോർഡുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ നോക്കുക അല്ലെ. നല്ല ഏതെങ്കിലും ഒരു എന്താ പറയാ ഓൺലൈൻ ഇത് വെച്ചിട്ടാണ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അത് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ ഡ്രസ്സോ ഇതെല്ലാം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന്റെ റിവ്യൂ ഒക്കെ നോക്കും അല്ലെ. കറക്റ്റ് ആയിട്ട് റിവ്യൂ ഒക്കെ നോക്കി, മറ്റുള്ള കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഏകദേശം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മളത് ഓർഡർ ചെയ്യൂ. എന്നതുപോലെ നമുക്ക് അധികം ഡിലേ വരാതിരിക്കാനായിട്ട് നല്ല ഇൻഷുറൻസ് കമ്പനികളെ നമ്മൾ നോക്കണം. അതിന്റെ റിലയബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം കസ്റ്റമേഴ്സിന്റെ ആ ഒരു സർവീസ് റെക്കോർഡുകളൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അത് എസ് എ കസ്റ്റമർ, എസ് എ പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെ. നമ്മുടെയാണ് ആവശ്യം അല്ലെ, നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? അത്രയും. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, nevertheless, if it is necessary that you must reveal all details about your health and lifestyle habits to your insurer when you buy insurance. അല്ലെ, നമ്മളിപ്പോ സാധാരണ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപായിട്ട്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ കമ്പനിയായിട്ട് നമ്മുടെ ഹെൽത്ത് ഹാബിറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്, നമുക്ക് സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെയൊക്കെ അവരുടെ ഹാബിറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം വിവരങ്ങൾ ആ കമ്പനിയായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. പൊതുവെ അങ്ങനെയാണ് അല്ലെ. നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. സാധാരണ രീതിയിൽ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നു, ഇൻഷുറർ ക്യാൻ റിജക്ട് ദ ക്ലെയിംസ് ഓൺ യുവർ പോളിസി ഇഫ് യു കൺസീൽ ഓർ മിസ്റ്റേക്ക് എനി ഫാക്ടർ. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുക, എന്തെങ്കിലും വസ്തുതകൾ നമ്മൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ആ ഒരു ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട്, വളരെ എന്താ പറയാ സത്യസന്ധമായിട്ട്, ജെനുവിനായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അവരെ ബോധിപ്പിക്കുക കേട്ടോ, നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇൻ കേസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുമോ, നമ്മൾ എന്തെങ്കിലും മറച്ചു വെച്ചുകൊണ്ടാണ് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ പിന്നീട് കമ്പനിക്ക് വേണമെങ്കിൽ അതിന്റെ പേരിൽ ക്ലെയിം വേണമെങ്കിൽ റിജക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ. ഇപ്പൊ ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ പ്രോസസ് എന്താണ്, റേസിംഗ് എങ്കിൽ നമ്മളൊരു ക്ലെയിം ഉന്നയിക്കുന്നു. രണ്ടാമത്തെ ഫയലിംഗ് എങ്കിൽ നമ്മൾ ആ ക്ലെയിം കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നു. മൂന്നാമത്തെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ക്ലെയിമിന് ഓതന്റിസിറ്റിക്ക് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകളും നമ്മൾ അതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെന്താ നടക്കുന്നത്, കമ്പനി അത് റിവ്യൂ ചെയ്യുന്നു, കൃത്യമായിട്ട് അതിന്റെ വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി കമ്പനി അത് വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്തിട്ട് എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും,
ക്ലെയിമിനുള്ള അപ്രൂവൽ കൊടുക്കുകയാണ്. അപ്രൂവൽ കൊടുത്ത അടുത്ത പരിപാടി എന്താണ്? കമ്പനി ആ എമൗണ്ട് ചെയ്യാണ്, ആ കമ്പനി എമൗണ്ട് കൊടുക്കുകയാണ്, പേ ഔട്ട് ആയിട്ട് കൊടുക്കുകയാണ്. എന്താണ് പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു തുകയുണ്ടല്ലോ, എമൗണ്ട് ഓഫ് മണി, സം ഓഫ് മണി, അതിനെയാണ് നമ്മുടെ പേ ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു പേ ഔട്ട് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ തവണ എന്നുള്ള രീതിയിൽ ഫുൾ എമൗണ്ട് ആയിട്ട് നമുക്ക് പോളിസി ഹോൾഡർക്ക് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട് കൊടുക്കാം. അത് ആ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് തീരുമാനം. പിന്നീട് പറഞ്ഞ രണ്ട് കാര്യങ്ങള് എസ് എ പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ സെറ്റിൽമെന്റിൽ അധികം കാലതാമസം വരാതിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അധികം താമസിക്കാതെ തന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ ഇവിടെ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് നല്ല കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് നോക്കുക. അവരുടെ റിലയബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള കസ്റ്റമേഴ്സിന്റെ ആ ഒരു റിവ്യൂസും മറ്റും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ അല്ലെ, നമ്മളൊരു ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്, നമ്മുടെ ഹെൽത്ത് ഹാബിറ്റിനെ പറ്റിയിട്ട് അവരോട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് വരികയോ എന്തെങ്കിലും മറച്ചു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ആ ഒരു ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? ഇത്രയും മാർക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഒരു പിക്ചർ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോ ക്ലെയിം എങ്ങനെ പ്രോസസ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ, അപ്പൊ അതിന്റെ ഒരു പിക്ചോറിയൽ ആയിട്ട് അവിടെ കൊടുത്തേക്കാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇതൊരു ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിംസ് പ്രോസസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബജാജ് അലയൻസ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ. അപ്പൊ അവരുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം പ്രോസസ് ആണ് ഇവിടെ പിക്ചോറിയൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. എളുപ്പമാണ് കേട്ടോ, നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഉദാഹരണം ഈ മഞ്ഞ കളറിൽ കസ്റ്റമർ ആണ് കേട്ടോ. അപ്പൊ നോക്കാം, കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കേട്ടോ. അപ്പൊ കസ്റ്റമർ അതായത് നമ്മുടെ പേഷ്യന്റ് ആണ്. ഓക്കെ, പേഷ്യന്റ് എന്ത് ചെയ്യാണ്? നമ്മുടെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുമായിട്ട് കോൺടാക്ട് ചെയ്യാണ് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. അവർക്ക് അസുഖം വരികയാണ്, ഹോസ്പിറ്റലിൽ എത്താണ്, സ്വാഭാവികമായിട്ട് അവരുടെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുമായിട്ട് അവര് കണക്ട് ആവാണ്, അല്ലെ, കോൺടാക്ട് ചെയ്യാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവര് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം അല്ലെ, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? ക്യാഷ്ലെസ് ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നേരിട്ട് കമ്പനിയും ഹോസ്പിറ്റലും തമ്മിലാണ് നേരിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. പോളിസി ഹോൾഡർക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നത്. അതിനെയാണ് നമ്മൾ ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ നേരിട്ട് ഹോസ്പിറ്റലിന്റെ ഈ കമ്പനി നേരിട്ട് ഹോസ്പിറ്റൽ ബില്ലുകളും മറ്റും പരിശോധിച്ച് ബില്ലുകളൊക്കെ നേരിട്ട് കമ്പനി തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പോളിസി ഹോൾഡർക്ക് ഒരിക്കലും അയാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അതാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ പേഷ്യന്റ് അവിടെ, നമ്മുടെ കസ്റ്റമർ അവിടെ അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നേരെ പോകുന്ന ഇതാണ് ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റൽ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റൽ വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓത്ത് ബൈ ഫാക്സ്. പ്രീ ഓത്ത് എന്ന് പറഞ്ഞാൽ പ്രീ ഓതറൈസേഷൻ ആണ് കേട്ടോ. പ്രീ ഓതറൈസേഷൻ, ആ ഓതറൈസേഷൻ ചുരുക്കിയിട്ടാണ് പ്രീ ഓത്ത് എന്ന് കൊടുത്തിരുന്നത് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓത്ത് ബൈ ഫാക്സ്. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഇതൊക്കെ പരിശോധിക്കുന്നു, അതിന്റെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ഒരു പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫാക്സ് വഴിയായിട്ട് അയക്കുകയാണ്. ആർക്കായിരിക്കും അയക്കുന്നുണ്ടാവാം? കമ്പനിക്ക് അല്ലെ. ഈ പോളിസി ഹോൾഡറുടെ ഇൻഷുറൻസ് കമ്പനിയിലോട്ട് ഫാക്സ് വഴിയായിട്ട് എന്തായിരിക്കാണ്? പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് അയക്കുകയാണ്. പിന്നീട് അത് നേരെ ഏത് കമ്പനിയിലോട്ട് പോകണം? നമ്മൾ പഠിക്കുന്ന ബജാജ് അലയൻസിന്റെയാണ് അല്ലെ. ബജാജ് അലയൻസ് എന്ന് പറയുന്ന കമ്പനിയിലോട്ട് ഈ ഒരു ഫാക്സ് എത്തുകയാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ബജാജ് അലയൻസ് വെരിഫൈസ് പ്രീ ഓത്ത് ഡീറ്റെയിൽസ് വിത്ത് പോളിസി ബെനിഫിറ്റ്സ് ആൻഡ് സെൻഡ് ദ റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ്? ബജാജ് അലയൻസ് എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന പ്രീ ഓതറൈസേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും പോളിസിയുടെ ബെനിഫിറ്റുകൾ അതൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. അതിനുശേഷം തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് അവരവരുടെ റെസ്പോൺസ് അയക്കുകയാണ്. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാവാം അല്ലെ. റെസ്പോൺസ് എന്ന് പറയുന്നത്
മൂന്ന് രീതിയിലാവാം. ഏതൊക്കെയാണ് മൂന്ന് റെസ്പോൺസുകൾക്കുള്ള പോസിബിലിറ്റി? ഏതൊക്കെയാണ്? ഒന്ന് അപ്രൂവ്ഡ് ആണ് അല്ലെ, ഒന്നെങ്കിൽ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിലോ ഡിനൈൽ ആയിരിക്കും, എന്ന് വെച്ചാൽ നിരസിച്ചുകൊണ്ട്, അപ്രൂവ് ചെയ്തിട്ടില്ല, നിരസിച്ചു എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കാം. ഇനി അത് രണ്ടും അല്ലെങ്കിലോ ഒരു ക്വറി ആണ് ഉദ്ദേശിക്കുന്നത്. ക്വറി എന്ന് വെച്ചാൽ ഒരു പുനരന്വേഷണം അല്ലെ, ക്വറി മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഒരു പുനരന്വേഷണത്തിനായിരിക്കാം അവർ പക്ഷെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ മൂന്ന് രീതിയിലാണ് റെസ്പോൺസ് ചാൻസ് അല്ലെ. ഒന്നെങ്കിൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ക്വറി ആയിരിക്കാം. ഈ രീതിയിൽ മൂന്ന് റെസ്പോൺസിനാണ് അവിടെ ചാൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോ റെസ്പോൺസിനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് നോക്കൂ, അപ്രൂവ്ഡ്. ഇനി അപ്രൂവ് ആവുകയാണെങ്കിൽ, ക്ലെയിം അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നോക്കിയേ, അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ബജാജ് അലയൻസ് കമ്പനി അപ്രൂവൽ ലെറ്റർ അയക്കും. എവിടേക്കായിരിക്കും? ഹോസ്പിറ്റലിലോട്ട് അപ്രൂവൽ ലെറ്റർ അയക്കും. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ദ കാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു, അവർക്ക് ഒരു വിധത്തിലുള്ള ഡെപ്പോസിറ്റ് എടുക്കാതെ തന്നെ നമ്മുടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് ഒരു കാഷ്ലെസ് ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, പിന്നീട് പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ കേട്ടോ. അപ്പൊ അതിനുശേഷം നോൺ മെഡിക്കൽ ആയിട്ടുള്ള ചെലവുകൾക്കൊക്കെ വന്നിട്ട് നോൺ മെഡിക്കൽ എക്സ്പെൻസിന്റെ മാത്രം ചെലവുകൾ ആരുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതി? നമ്മുടെ ഈ പറയുന്ന പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടാകേ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണമോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കുള്ള പേയ്മെന്റ് മാത്രം ആരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതി? പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി. ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഒക്കെ അതിനകത്ത് കയറിപ്പോകും. ഇതാണ് ഒരു ചാൻസ് പറയുന്നത്. രണ്ടാമത്തെ റെസ്പോൺസ് നമ്മൾ എന്താ പറഞ്ഞത്? ഡിനൈലാണ്, നിരസിക്കുകയാണ്. അതായത് അപ്രൂവൽ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? ഡിനൈൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ഡിനൈൽ ലെറ്റർ ആയിരിക്കും ബജാജ് അലയൻസ് എങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടാവുക? ഹോസ്പിറ്റലിലോട്ട് അയക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേഷ്യന്റ് ആൻഡ് പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ. അപ്പൊ വേറൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യും. പേഷ്യന്റ് ആളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ബില്ല് അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിൽ, ആ ഒരു കണ്ടീഷനില് പേഷ്യന്റ് എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. അപ്പൊ പേഷ്യന്റിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. റീഇംബേഴ്സ്മെന്റിനുള്ള ക്ലെയിം അവർക്ക് വേണമെങ്കിൽ പേഷ്യന്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചെലവുകളൊക്കെ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് എടുക്കുക, കൃത്യമായിട്ടുള്ള ബില്ലുകൾ മറ്റൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് റീഇംബേഴ്സ്മെന്റ് കിട്ടാനായിട്ട്, അതായത് ഈ ബില്ലുകളൊക്കെ വീണ്ടും സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചെലവായ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ആ രീതിയിൽ തന്നെയാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ. സോ ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്, റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇതാണ് ഡിനൈൽ കേസിൽ വരുന്നത്. മൂന്നാമതൊരു കേസ് എന്താ? ക്വറിയാണ് അല്ലെ, അന്വേഷണമാണ് പറഞ്ഞത്. അപ്രൂവലും കൊടുത്തിട്ടില്ല, ഡിനൈലും ചെയ്തിട്ടില്ല, ഒരു ക്വറിയാണ് അവര്. പക്ഷെ ഈ പറയുന്ന അതിന്റെ ഓതന്റിസിറ്റിന് എന്താ പറയാ, ഓതന്റിസിറ്റിക്ക് അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്തിട്ടുള്ള ഒരു ക്വറി ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക, അന്വേഷണം ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്താണ്? ക്വറി ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ക്വറി ലെറ്റർ ആയിരിക്കും ബജാജ് അലയൻസ് അയക്കുന്നുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽ ആക്സസ് ദ റിപ്ലൈ ഫോർ ദ ക്വറീസ് ആസ്ക്ഡ് ബൈ ദ ഡോക്ടേഴ്സ്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഡോക്ടർമാരോട് ചോദിച്ചിട്ട് ഈ പറയുന്ന അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ ഫാക്സ് വഴിയായിട്ട് അയക്കുകയാണ്. അതാണ് ആരോ ഇങ്ങോട്ട് വന്നത് തിരിച്ചാർക്ക് അയക്കുകയാണ്? ബജാജ് അലയൻസിലോട്ട് അയക്കുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് ഒരു ക്ലെയിം പ്രോസസ് ആണ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, എന്താണ് എല്ലാവരും ഉറക്കത്തിലാണോ? ബോറടിക്കുന്നുണ്ടോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ മെയിൻ താങ്കളൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട് അപ്പോഴ എന്താണ് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നത്? മുഖം കഴുകി വന്നിരിക്കുക. അടുത്ത നമുക്ക് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ കേട്ടോ. ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ഒക്കെയാണ് കേട്ടോ.
ലേറ്റ് ആയിട്ടാണ്, കുഴപ്പമില്ല. റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി, മിസ്സായതാകില്ല. നോക്കാം, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഫസ്റ്റ് നോക്കാം കേട്ടോ. റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. ഇവിടെ വായിക്കാം. റെസ്പോൺസിബിൾ ഫോർ supervising the insurance operations and designing, implementing and training hospital staff on insurance protocols. എന്താണ് പറയുന്നത്? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഓഫ് കോഴ്സ് ആർക്കായിരിക്കും? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിനായിരിക്കും. അദ്ദേഹമാണ് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുന്നതും അത് സൂപ്പർവൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ ഇൻഷുറൻസ് മാനേജർക്കാണ് കേട്ടോ. അത് മാത്രമല്ല പിന്നെ എന്തും കൂടെ പറയുന്നത്, ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. ഈ പറയുന്ന ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങള് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാം, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസ് പ്രോട്ടോകോൾ സംബന്ധമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ഒരു എക്സിക്യൂട്ടീവ്, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുക. അതോടൊപ്പം ഇൻഷുറൻസ് പ്രോട്ടോകോൾ സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയാ പരിശീലനങ്ങളും അതിനോടൊപ്പം കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇവിടെ വായിക്കാം. സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ്, അവരുടെ പേഷ്യൻസിനും മറ്റു കോർപ്പറേറ്റ് പേഷ്യൻസിനൊക്കെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളില് മേൽനോട്ടം വഹിക്കുക അല്ലെ. എല്ലാം ഒരേപോലെ അർത്ഥമാണ് കേട്ടോ. ഏകദേശം ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില് എന്താ പറയാ അത്തരത്തിലുള്ള മെഡിക്കൽ സേവനങ്ങൾ അല്ലെ, മെഡിക്കൽ സേവനങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറാണ്. കോർപ്പറേറ്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റും ഹെൽത്ത് കെയർ സർവീസും ഒക്കെ കിട്ടുന്ന ആളുകളാണ് കേട്ടോ. ചില ആളുകൾക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനി തന്നെ അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഹെൽത്ത് കെയർ സർവീസ് ഒക്കെ ഓൾറെഡി അവര് വർക്ക് ചെയ്ത കമ്പനി തന്നെ അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് കോർപ്പറേറ്റ് പേഷ്യൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ രീതി അതായത് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ട്രീറ്റ്മെന്റുകളും ഹെൽത്ത് കെയർ സർവീസും ഒക്കെ ലഭിക്കുന്ന ആളുകൾ കേട്ടോ. അങ്ങനെയുള്ളവരും അല്ലാതെ വരുന്ന ഹോസ്പിറ്റലിലെ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സേവനങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറാണ്. മൂന്നാമത്തത് പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ് കേട്ടോ. അതുപോലെ രോഗികളുടെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുക അല്ലെ. എന്താ നമ്മൾ പറഞ്ഞ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ അത്തരത്തിലുള്ള പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ് കേട്ടോ. കൃത്യമായിട്ട് രോഗിയുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് ഇതാണ്, ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം, നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് പ്രവർത്തിക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ് കേട്ടോ. ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. പിന്നെന്താണ്, ടു മാക്സിമൈസ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതിലൂടെ എന്താണ് രോഗികളുടെ സംതൃപ്തി ഉറപ്പാക്കുക അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അത് വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലെ, എപ്പോഴും ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യം എന്താണ്, അസുഖം മാറൽ മാത്രമല്ല ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെ, അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്ലെയിമുകളൊക്കെ എത്രയും പെട്ടെന്ന് പ്രോസസ് ചെയ്യുന്നതിൽ കൂടെ അവരുടെ സാറ്റിസ്ഫാക്ഷനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് പറയുന്നത്. ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക അല്ലെ. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇൻഷുറൻസ് ക്ലെയിമുകളാണെങ്കിലും എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ആ രീതിയിലൊക്കെ ഹോസ്പിറ്റലിന്റെ ഇമേജ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുർ അക്യുറസി അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്. അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അതൊരു എഗ്രിമെന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ആ ഒരു എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പാക്കാനായിട്ട് എല്ലാവിധ ഇൻഷുറൻസ് ക്ലെയിമുകളും നല്ല രീതിയിൽ തന്നെ അവലോകനം ചെയ്യുക അല്ലെ. അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ ക്ലെയിമുകളൊന്നും നടത്തുന്നില്ല ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ എഗ്രിമെന്റ് പ്രകാരം അല്ലെ എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഇൻഷുറൻസ് ക്ലെയിമുകളും നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുക കേട്ടോ, അവലോകനം ചെയ്യുക. അങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അധികം ക്ലെയിം സെറ്റിൽമെന്റിന് സമയം എടുക്കില്ല, എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഇൻഷുറൻസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ്മെന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ് കേട്ടോ. അതായത് മാനേജ്മെന്റിന് ഈ പറയുന്ന എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കാം. പിന്നെ വരുന്നത് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ് അല്ലെ. ഈ പറയുന്ന മാസം എല്ലാ റിപ്പോർട്ടുകളും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ മന്ത്ലി റിപ്പോർട്ടുകളും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നെന്താണ്, ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ internally or externally, and to attend and organize the insurance presentation internally or externally. അതായത് internally means within the hospital കേട്ടോ, ഹോസ്പിറ്റലിനകത്തും. externally means എന്താണ്, ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ അല്ലെ. അതായത് നമ്മൾ ഹോസ്പിറ്റലിനകത്തും അതോടൊപ്പം ഹോസ്പിറ്റലിന് പുറത്തുമായിട്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക അല്ലെ, അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാം. അതൊക്കെ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ദാറ്റ് മീൻസ് വിത്തിൻ ദ ഓർഗനൈസേഷനും അതിന് പുറത്തും ഇത്തരത്തിൽ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. ഇതൊക്കെ എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ വരുന്നത് ടു കണ്ടക്ട് ദ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി. ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗുകൾ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുക. പിന്നെ ടു മോണിറ്റർ ദ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, പലരും പല രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകൾ, അതുപോലെ റിജക്ഷൻസ്. അപ്പൊ നമ്മൾ ക്ലെയിം ഒക്കെ പ്രോസസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഡിനയിൽ വന്ന കേസൊക്കെ ഇല്ലേ, റിജക്ഷൻസ് ഒക്കെ വരുന്ന കേസുകൾ വരും അല്ലെ. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ, റിജക്ഷൻസ് അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക കേട്ടോ. ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓൺ ദ സിസ്റ്റം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. കാര്യം കുറച്ച് കഴിയുമ്പോൾ ചില സ്കീമുകളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും അല്ലെ, ചില മാറ്റങ്ങൾ വരും. അപ്പൊ ഇപ്പോഴും എന്തായിരിക്കണം, സ്കീമിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, സിസ്റ്റത്തിനകത്ത് എല്ലാ ഇൻഷുറൻസ് സ്കീമുകളും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ പറയുന്നത് എന്താണ്, to provide the required training to the staff under supervision. To provide required training to the staff under supervision. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന, അദ്ദേഹത്തിന്റെ അതിന് മേൽനോട്ടം വഹിക്കുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക അല്ലെ. പ്രത്യേകിച്ച് തുടക്കം പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ, ഇൻഷുറൻസ് പ്രോട്ടോകോൾ സംബന്ധമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്, assume new responsibilities as and when needed. ആവശ്യമുള്ളപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുക കേട്ടോ. ആവശ്യമുള്ളപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുക. ദാറ്റ് മീൻസ് ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന പുതിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതും ഇദ്ദേഹത്തിന്റെ റോളിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ, മനസ്സിലായോ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തുണ്ടോ അതിനകത്ത്? ഓക്കെ അല്ലേ? ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നല്ലപോലെ വായിക്കുക. കുഴപ്പമില്ല, എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? എളുപ്പമാണ് കേട്ടോ. അതിൽ ടേംസുകളൊക്കെ നോക്കണം കേട്ടോ. ടേംസുകളൊക്കെ നോക്കുക. വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ എന്താ പറയാ എക്സ്ക്ലൂഷൻസ് വരുന്ന കുറച്ച് കേസുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. IRBA പ്രധാനമുള്ള ഒഴിവാക്കപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ESI ഇമ്പോർട്ടന്റ് ആണ്, CGHS അതിന്റെ കളർ കോഡൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതിന്റെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. TSI 1948, CGHS 1954, പിന്നെ RSPY 2008 ഫസ്റ്റ് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം.
കേട്ടോ. പിന്നെ എന്താണ് TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, അവരുടെ അതിൽ വരുന്ന മെമ്പേഴ്സുകൾ ആരൊക്കെയാണ്, ഇതൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ്. അപ്പൊ അതൊക്കെ നല്ലോണം മനസ്സിലാക്കി വായിക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. നമുക്ക് പുതിയ ലാസ്റ്റത്തെ ചാപ്റ്ററിലോട്ട് കടക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ ഇതാണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഇതാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങളുടെ എത്രയും ചാപ്റ്റർ എന്ന് വെച്ചാൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എത്രയാണ് ചാപ്റ്റർ, പേജ് നമ്പർ, ഇതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. കാര്യം എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ്. 43 കേട്ടോ. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്യാം. നിങ്ങളുടെ പേജ് നമ്പർ 43 ആണ് കേട്ടോ. പേജ് നമ്പർ അല്ലേ പറഞ്ഞത്? 43. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എടുത്തു എല്ലാവരും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അത്ര വലിയ ചാപ്റ്റർ അല്ല കേട്ടോ. അപ്പോ ഇത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ക്ലാസ് ശ്രദ്ധിക്കും. ഇപ്പൊ തുടക്കം വലിയ കുഴപ്പമില്ല, ഇടയിൽ കുറച്ച് കമ്പോണന്റുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പരമാവധി നമ്മള് പിക്ചറൊക്കെ തന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് പറ്റുള്ളൂ, പറഞ്ഞിട്ട് വായിക്കുന്നത് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ആദ്യം തന്നെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനെ സിമ്പിൾ ആണോ ഈ ചാപ്റ്റർ? സിമ്പിൾ ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വരുമ്പോ സിമ്പിൾ അല്ലേ? പഠിച്ചു വരുമ്പോ സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടായിട്ടാണോ ഫീൽ ചെയ്യുന്നത്? പഠിച്ചു വരുമ്പോ എല്ലാം സിമ്പിൾ ആണ് ലച്ചു. അങ്ങനെയാണ്. തുടക്കം എടുക്കുമ്പോഴല്ലേ എടുത്തിട്ടുള്ളൂ. പഠിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോ നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇത് ഇത്രയ്ക്കുള്ളൂ, വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നും. ഒരിക്കലും ഒരു മുൻധാരണ വെച്ചൊന്നും പഠിക്കാനായിട്ട് ഇരിക്കേണ്ട. പഠിച്ചു വരുമ്പോഴാണ് ഇത് ഇത്ര ഉണ്ടായിരുന്നത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പരമാവധി ഏറ്റവും സിമ്പിൾ ആക്കിയിട്ടാണ് എന്റെ ഭാഗത്ത് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സിമ്പിൾ ആക്കി പറഞ്ഞു തരാനായിട്ട് കേട്ടോ. അപ്പോ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആദ്യം തന്നെ അതിലോട്ട് വരുന്നേക്കാൾ മുമ്പ് ഈ രണ്ട് മൊഡ്യൂള് നല്ല ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുക. ബുദ്ധിമുട്ടുണ്ട് കുറച്ച്. എന്തായാലും ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ പോലെയല്ല ചാപ്റ്റേഴ്സ് കേട്ടോ. അത്യാവശ്യം വലിയ ചാപ്റ്ററുകളാണ്, ഭയങ്കര ബോറിംഗ് ആണ്, ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതിപ്പോ എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല ബാക്കി എല്ലാ ബാച്ചുകളും ഇതേ അഭിപ്രായം തന്നെയാണ് പറയാറ് കേട്ടോ. തേർഡും ഫോർത്തും മൊഡ്യൂളിലേക്ക് വരുമ്പോ ചിലതൊന്നും കുഴപ്പമില്ല, ചില ചാപ്റ്ററുകൾ കുഴപ്പമില്ല, പക്ഷെ ഒട്ടുമിക്കതും ബുദ്ധിമുട്ടാക്കില്ല. നിങ്ങൾ അധികം എന്ത് ചെയ്യാ, നല്ലപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അതാണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് മെഡിക്കൽ ഗ്യാസസ് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം കേട്ടോ. PG ക്ലാസ് ടൈം കിട്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളുടെ PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ അതിനും കൂടെ സമയം കണ്ടെത്തണം. കുഴപ്പമില്ല, രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക, മാക്സിമം നോക്കില്ല. അതൊക്കെ ഈ ഒരു ടൈമിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അത് തുടങ്ങി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്റെ ഫ്ലോയിലൊപ്പം അങ്ങനെ പൊക്കോളും, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നോക്കാം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഞാൻ ഇതിനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് മെഡിക്കൽ ഗ്യാസ് കേട്ടോ? എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? എന്തിനൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ചികിത്സ അല്ലെ, ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, രോഗനിർണയം, പിന്നെന്താണ് അനസ്തേഷ്യ, അങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകങ്ങൾ അല്ലെ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഗ്യാസസ് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യ പോലെയുള്ള പ്രൊസീജിയറുകളിലും നമ്മൾ അങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ എങ്ങനെയാണ് പേഷ്യന്റിന് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെ ഒരു രോഗിയിലോട്ട് മെഡിക്കൽ ഗ്യാസുകൾ എത്തിക്കുന്നത് എങ്ങനെയാണ്? അതായത് പ്രധാനമായിട്ട് നമ്മൾ മാസ്കുകൾ അല്ലെ, അല്ലെങ്കിൽ മാസ്കുകളായിരിക്കാം, അല്ലെങ്കിൽ നേസൽ കാനുലാസ് ഉണ്ട് അല്ലെ, കണ്ടിട്ടില്ലേ നിങ്ങൾ നേസൽ കാനുല, മൂക്കിലൂടെ വെക്കുന്ന നേസൽ കാനുലാസ്, പിന്നെ വെന്റിലേറ്ററുകൾ, അങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ രോഗികളിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അല്ലെ, ഒരു പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് വിതരണം ഉറപ്പാക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആവശ്യമാണ്. ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ വാതക വിതരണം ഉറപ്പാക്കാനായിട്ട് ഹോസ്പിറ്റൽ നടത്തിയിട്ടുണ്ട് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉണ്ട്. അപ്പോ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. എന്താണ് മെഡിക്കൽ ഗ്യാസുകൾ, ഏതൊക്കെയാണ്, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണ്, ഓരോ മെഡിക്കൽ ഗ്യാസിന് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പിന്നെ നമ്മൾ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കുറെ കമ്പോണന്റുകൾ പഠിക്കുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക കേട്ടോ. കമ്പോണന്റുകൾ പഠിക്കാനുണ്ട്. പിന്നെ ഓരോ മെഡിക്കൽ ഗ്യാസിനെ പറ്റിയുള്ള കളർ കോഡ് നമുക്കുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. കളർ കോഡ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ കളർ കോഡ് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് അതിന്റെ കുറെ ബെനിഫിറ്റുകള്, പിന്നെ നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങള്, സുരക്ഷാ മുൻകരുതലുകള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എളുപ്പമാണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനായിട്ടില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയ ഉത്തരം കമ്മിയിലായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കാം. ഓക്കെ, introduction നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്റ്റേർഡ് ടു ദ പേഷ്യൻസ്. നമ്മളിപ്പോ പറഞ്ഞതാണ് അല്ലെ. അതായത് നമ്മൾ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാതകം അല്ലെ, ഇതിനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റംസ് ആർ ഇൻക്രീസിംഗ്ലി ടേണിംഗ് ഔട്ട് ടു ബി an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. Okay, അതായത് അവിടെ പറയുന്നത് നമ്മുടെ ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി അല്ലെ, അതുപോലെ വാട്ടർ സപ്ലൈ, അതുപോലെ എയർ കണ്ടീഷനിങ്, ഇതെന്നൊക്കെ പറഞ്ഞാല് ഏറ്റവും അവശ്യ സേവനങ്ങളാണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, ഹോസ്പിറ്റലിൽ മാത്രമല്ല എന്തിനെ സംബന്ധിച്ച് അവശ്യ സർവീസ് ആണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഇല്ലാതെ AC ഇല്ലാതെ ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുമോ? പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതെല്ലാം തന്നെ ഏറ്റവും അവശ്യ സേവനമാണ്. ആ അവശ്യ സേവനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം ഇതിനുണ്ടെന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഉണ്ടെന്നാണ്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, AC ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള എസെൻഷ്യൽ യൂട്ടിലിറ്റീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, മെഡിക്കൽ ഗ്യാസസ് which are the gases used in medical procedures and are used for the treatment, for anesthesia and some for driving medical devices and tools. ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ തുടക്കം തന്നെ പറഞ്ഞില്ലേ, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് അല്ലെ, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ അനസ്തേഷ്യ അല്ലെ, അനസ്തെറ്റിക് ഏജൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് ദ മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ് അല്ലെ, ചില പ്രവർത്തനങ്ങൾ, ചില ഉപകരണങ്ങൾ, ചില മെഡിക്കൽ ഡിവൈസസുകളെ പ്രവർത്തിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞാല് അവയുടെ ഒരു പവർ സോഴ്സ് എന്നുള്ള രീതിയിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ചില മെഡിക്കൽ ഡിവൈസസ് പ്രവർത്തിപ്പിക്കാൻ പവർ സോഴ്സ് എന്നുള്ള രീതിയിലും മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് മെഡിക്കൽ ഗ്യാസിനെ പറ്റി ഏകദേശം ഡിഫറെന്റ് അറിയില്ലേ? എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മള് ചികിത്സ, അതുപോലെ എന്താ പറയുക, അനസ്തേഷ്യ ഇങ്ങനെയുള്ള പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന വാതകങ്ങളെയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത് അല്ലെ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഏറ്റവും സുരക്ഷിതമായിട്ടും ഏറ്റവും റിലയബിൾ ആയിട്ട് പേഷ്യൻസിന് വാതക വിതരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിനകത്ത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് അല്ലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസെൻഷ്യൽ യൂട്ടിലിറ്റി ആയിട്ട് തന്നെയാണ് അതിന്റെ കണക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായോ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നമുക്ക് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കണ്ടെടുക്കാം.
മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. ഇനി നമ്മൾ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കാം. The departments that use the medical gases in hospitals consist of എന്തൊക്കെയാണ് നോക്കിയേ. ഒന്ന് റൂംസ് അല്ലെ, റൂമുകളിലിട്ട് പുറത്ത് വെക്കുക കേട്ടോ. റൂംസ്, പിന്നെ എന്താണ് റിക്കവറി റൂം അല്ലെ, റിക്കവറി റൂം. റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ നമ്മൾ പോസ്റ്റ് അനസ്തേഷ്യ റൂംസുകളാണ് അല്ലെ. അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പിന്നെ രോഗി ഇങ്ങോട്ടേക്ക് മാറ്റുന്നത് റിക്കവറി റൂമിലോട്ടാണ് മാറ്റുന്നത് അല്ലെ. ആ ഒരു അനസ്തെറ്റിക് ഇഫക്റ്റ് ഒക്കെ മാറി അവർ ആ ഒരു പഴയൊരു പൊസിഷനിലേക്ക് ആക്കുന്നത് വരെ നമ്മൾ അവരെ എങ്ങോട്ടൊക്കെയാണ് മാറ്റുന്നത്, റിക്കവറി റൂമിലോട്ടാണ് മാറ്റുന്നത് അല്ലെ. അത്തരം റിക്കവറി റൂമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ റൂംസ് അല്ലെ. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലബോറട്ടറി അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർവെൻഷൻ ഏരിയാസ്. ഇന്റർവെൻഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ട്രീറ്റ്മെന്റ് ഏരിയ തന്നെയാണ് കേട്ടോ. ട്രീറ്റ്മെന്റ് ഏരിയ ഇതിനെ തന്നെയാണ് ഇന്റർവെൻഷൻ ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ സാധാരണ രോഗികൾക്ക് ചികിത്സകൾ കൊടുക്കുന്ന ഏരിയ. അവിടെ എന്ന് പറയുമ്പോൾ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, എക്യുപ്മെന്റുകളും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അവിടെയൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മള് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ് അല്ലെ. ഒബ്സ്റ്ററ്റിക്സ് ഒക്കെ നല്ല ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒബ്സ്റ്ററ്റിക്സ് വാർഡുകള്, ഗൈനക്കോളജി വാർഡുകള്, ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പിന്നെ ജനറൽ വാർഡ്, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയറായ പറഞ്ഞത് ഇതൊക്കെയാണ് റൂമുകളില്, റിക്കവറി റൂമില്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഡിപ്പാർട്ട്മെന്റുകളില്, ഇന്റർവെൻഷൻ ഏരിയകളില്, ഗൈനക്കോളജി വാർഡ്, ICU, ജനറൽ വാർഡ്, അങ്ങനെ ഒട്ടുമിക്ക ഏരിയകളിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നോക്കാം, എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ്. അതെന്ത് സിസ്റ്റം ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ് പറയുന്നത്, എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്. ഒരു പിക്ചർ കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ് കേട്ടോ. അതാണ് നമ്മുടെ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആക്സസ് പോയിന്റുകളാണ് അല്ലെ. എക്യുപ്മെന്റിനെ, ഏത് എക്യുപ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത്, മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ വിതരണം ചെയ്യുന്നത് ഇതിലൂടെയൊക്കെയാണ്. മാസ്കുകൾ വഴി അല്ലെങ്കിൽ നൈസൽ കാനുലകള് അല്ലെ, വെന്റിലേറ്ററുകള്, അങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള എക്യുപ്മെന്റിനെ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതിലൂടെയാണ്, സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സിലൂടെയാണ് അല്ലെ. അതൊരു ആക്സസ് പോയിന്റ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ ഗ്യാസ് നമുക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റും, എക്യുപ്മെന്റിലൂടെ എത്തിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിലൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇനി അടുത്തതാണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അഥവാ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം കേട്ടോ. മറ്റൊരു പേരാണ് കേട്ടോ. ഇതാണ് അവിടെ പറയുന്നത്, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അഥവാ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം. അത് വേറെ നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും രണ്ട് സിസ്റ്റംസ് ആണ് അതിനകത്ത് വരുന്നത്. എന്നുവെച്ചാൽ രണ്ട് കമ്പോണന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പറയുന്നത്. രണ്ട് സിസ്റ്റംസ് ആണ്. ഒന്ന് വാക്വം സിസ്റ്റം, ഓക്കെ. രണ്ടാമത്തത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട, അറിഞ്ഞിരിക്കാം. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് കമ്പോണൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വാക്വം സിസ്റ്റം ഉണ്ട്, അതുപോലെ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ഉണ്ട്. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ. വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പല മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ സക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ, എന്തെന്ന് ക്ലാസ്സിനാണല്ലോ. ആ
അപ്പം രണ്ട് സിസ്റ്റം ആണുള്ളത്. ഒന്ന് വാക്യൂം സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. വാക്യൂം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ ഡീറ്റെയിലിലേക്കൊന്നും നിങ്ങൾ പോണ്ട, നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്, നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ സക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചില സർജിക്കൽ പ്രൊസീജിയറുകൾ മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ സക്ക് ചെയ്ത് മാറ്റണം. ഓക്കെ, സക്ക് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം എന്താ പറയുക പൈപ്പുകളോ ഉപകരണങ്ങളുടെ ഒരു ശൃംഖല സംവിധാനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാക്വം സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി, അതെന്താണെന്നൊന്നും പഠിക്കാനില്ല. വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്, നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ സക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സർജിക്കൽ പ്രൊസീജിയർ മറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് അതിൽ സക്ക് ചെയ്ത് മാറ്റണം. ഓക്കെ, അങ്ങനെ സക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പൈപ്പുകളും ഉപകരണങ്ങള്, അതിന്റെ ഒരു ശൃംഖല സംവിധാനം, അതാണ് അവിടെ വാക്വം സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. അതിന്റെ ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വേസ്റ്റ് വരുന്ന അനസ്തെറ്റിക് ഗ്യാസുകൾ ഉണ്ടായിരിക്കും, വേസ്റ്റ് ആയിട്ട് വരുന്ന അനസ്തെറ്റിക് ഗ്യാസുകൾ ഉണ്ടായിരിക്കും. അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പൈപ്പുകൾ ഉപകരണങ്ങൾ, അതിന്റെ ഒരു സംവിധാനമാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസുകൾ എന്ന് പറയുന്നത് അതിനൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കളയാനായിട്ട് പാടില്ല. കാര്യം അത് അത്രയും ഹസാർഡസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ എന്താ പറയാ നേരിട്ട് എൻവയോൺമെന്റിലേക്ക് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് അത് ജനറേറ്റ് ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ വെച്ച് തന്നെ അതിനെ വലിച്ചെടുത്ത് അപ്പൊ തന്നെ അതിനെ ഡിസ്പോസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പൈപ്പ് ഉപകരണങ്ങൾ, അതിന്റെ ഒരു ശൃംഖല, അതിനെയാണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. മറ്റൊരു പേരും കൂടിയുണ്ട്, അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ശുദ്ധീകരിക്കുക, വൃത്തിയാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. വേസ്റ്റ് ആയിട്ട് വരുന്ന അനസ്തെറ്റിക് ഗ്യാസുകൾ അപ്പൊ തന്നെ പിടിച്ചെടുത്ത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ട് സിസ്റ്റംസ് കൂടി ചേർന്നതാണ് പൊതുവെ എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയിട്ട് അപ്പൊ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് മനസ്സിലായി, ഏതൊക്കെ ഏരിയകളിലാണ് മെഡിക്കൽ ഗ്യാസ് ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ പൊതുവെ എക്യുപ്മെന്റിനെ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇതിലൂടെയാണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ മുഖേനയാണ്. ഓക്കെ, പിന്നെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് സിസ്റ്റങ്ങൾ കൂടി ചേർന്നതാണ്. ഒന്ന് വാക്വം സിസ്റ്റം ആണ്, മറ്റൊന്ന് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പൊതുവെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെയാണ് കേട്ടോ, ഏതൊക്കെ മെഡിക്കൽ ഗ്യാസുകളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മെഡിക്കൽ ഗ്യാസും എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, ആവശ്യം തന്നിട്ട് ഏത് മെഡിക്കൽ ഗ്യാസ് ആണെന്ന് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പൊ ഒരു 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് മെഡിക്കൽ എയർ കേട്ടോ, ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ, രണ്ടാമത്തത് ഓക്സിജൻ, ആൻഡ് തേർഡ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ നൈട്രജൻ കേട്ടോ, ലിക്വിഡ് നൈട്രജൻ ആണ്, ലിക്വിഡ് നൈട്രജൻ, പിന്നെ നൈട്രസ് ഓക്സൈഡ്, ദെൻ വാക്വം, ലാസ്റ്റ് വൺ കംപ്രസ്ഡ് എയർ. അങ്ങനെ 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. 7 എണ്ണം പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇപ്പൊ കൂടുതൽ ഫുള്ളാക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ താങ്കള് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂട്ടോ. നിങ്ങള് എടുത്ത് ഈ താങ്കള് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂട്ടോ. ഇൻട്രൊഡക്ഷനും മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസും ഒന്ന് അതുവരെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി നോക്കി. എന്താണ് ലച്ചു ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസ് നമ്മൾ
അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മിസ്സേ ഈ പറ. ഓതനസിറ്റി ഇല്ലേ, ആ, അതെന്താണ്? ഓതന്റിസിറ്റി എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ക്ലെയിം നമ്മൾ ഉന്നയിക്കുമ്പോ അതിന്റെ എവിഡൻസ് ആയിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് കേട്ടോ. ആധികാരികത എന്നൊക്കെ പറയും. ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് പറ്റി, നമ്മൾ വെറുതെ കമ്പനിയോട് പോയിട്ട് പറയണ എനിക്ക് ആക്സിഡന്റ് പറ്റി, അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആക്സിഡന്റ് പറ്റി, ഞാൻ ചികിത്സയിലാണ് എന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് കൂടെ നമ്മൾ കൊടുക്കണ്ടേ? എന്നാലാണ് അതിന് ഓതന്റിസിറ്റി ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ സുഖൈനിക്ക്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ഞാൻ ഇങ്ങനെ ചികിത്സയിലാണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞ് വെറുതെ നമ്മളൊരു ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അത് എന്ത് ഉറപ്പുണ്ട്? ചിലപ്പോൾ നുണ പറയണതാണെങ്കിലും അങ്ങനെ വിചാരിച്ചൂടെ കമ്പനിക്ക്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചികിത്സയിലാണ്, നമുക്ക് ഇന്ന അസുഖമാണ് എന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് ഡോക്യുമെന്റ്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സബ്മിറ്റ് ചെയ്യണം അല്ലെ? അതിന്റെ ആധികാരികത ഉറപ്പാക്കണം. നമ്മളൊരു കാര്യം, എന്ത് കാര്യമാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥയും കൂടെ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിനെയാണ് നമ്മുടെ ഓതന്റിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ഡിനയിൽ നിരസിക്കുകയല്ലേ? എന്താണ്? ഡിനയിൽ നിരസിക്കുകയാണോ? അതെ, ഡിനൈ ചെയ്യാന്ന് വെച്ചാൽ നിരസിക്കുക കേട്ടോ, നിഷേധിക്കാന്നുള്ള അർത്ഥമാണ്. ഡിനൈ ചെയ്യാം, വേണ്ടാന്ന് വെക്കാം, നിരസിക്കാം കേട്ടോ, നിഷേധിക്കാം എന്നൊക്കെ അർത്ഥമാണ്. ഓക്കെ, താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ. വേറൊരാളുണ്ടല്ലോ, ഹാവ് എ നൈസ് ഡേ. അഭിജിത്ത് എന്തോ അറിയിക്കാറുണ്ടല്ലോ ഹാവ് എ നൈസ് ഡേ. ആളില്ലേ ക്ലാസ്സിൽ നിന്ന്? ഓക്കെ, അപ്പൊ ശരി കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം.